നമ്മുടെയൊക്കെ നടപടികളിലൂടെ വീടിച്ചിട്ടുള്ള നടപടികളിലൂടെ കടന്നു പോയാൽ നമുക്കൊക്കെയും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം കേൾക്കുവാൻ സാധിക്കുന്നത് സന്ധ്യാപ്രാർത്ഥനകളുടെ ശബ്ദമായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ടെലിവിഷൻ എന്ന സംരംഭമുണ്ടായി. അത് കടന്നു വന്നപ്പോൾ അതിന് ശബ്ദകോലാഹലമായി, അതിനിടയ്ക്കുള്ള പരസ്യ സമയത്തായി പ്രാർത്ഥന. എന്നിരുന്നാലും അപ്പനും അമ്മയും മക്കളുമൊക്കെ അല്പസമയമെങ്കിലും അതിന് മുന്നിലെങ്കിലും ആയിരുന്നപ്പോൾ ഒരുമിച്ചിരിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസകാലത്തിലധികമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ വന്നു തുടങ്ങി. ഇപ്പം വീട്ടിലെല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയണം. എന്നാൽ നമ്മുടെ നടപടികളോട് നടന്നു പോയാൽ ആരുടെയും അനക്കം കാണുന്നില്ല എന്നൊരു വർത്തമാനം പറയുന്നത്. ജീവനുള്ളവൻ ആ വീട്ടിലും ഉണ്ടോ ഇല്ല എന്ന് അതിനകത്ത് കയറി നമ്മൾ പരതി നോക്കേണ്ട അവസ്ഥയാണ്. ടിവിയിലേക്ക് മാറി. കാരണം മൊബൈൽ വന്നപ്പോൾ ടിവിയൊക്കെയും അതിൽ കാണാം. ശബ്ദം പുറത്തേൽക്കാതിരിക്കാനുള്ള ശ്രവണ സഹായികളൊക്കെയും നമ്മുടെ കയ്യിലൊക്കെയായി. അപ്പോൾ പ്രാർത്ഥന എന്നത് പതിയെ പതിയെ മങ്ങി മാറിക്കൊണ്ടിരിക്കുക. ഈ ഒരു മാസക്കാലം പ്രത്യേകമായിട്ട് പരിസമയിലുള്ള സ്തുതിയായിട്ട് വണക്കമായിട്ട് ജപമാല മാസം ആചരിക്കുകയാണ്. ഏതാനും ചില കുടുംബ പ്രാർത്ഥനകളൊക്കെ ഞാൻ പോവുകയുണ്ടായി. അതിനെ വിളിച്ചൊരു കാര്യം പറയുന്നത് പ്രാർത്ഥിക ചെല്ലുമ്പോഴൊക്കെയും പലരും അവിടെ ജപമാല ചൊല്ലുവാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികളെ നാം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത തലമുറയിലേക്ക് നാം പകർന്നു നൽകേണ്ട വിശ്വാസ സത്യങ്ങളെ നാം പകർന്നു നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പല കുട്ടികളും വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പല കുടുംബ പ്രവർത്തനങ്ങളിലൊക്കെ. എന്നാൽ അവർക്കറിയില്ല അവരെന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരും കാണിച്ചു കൊടുക്കേണ്ടവർക്കും അറിയില്ല അവര് എന്ത് ചെയ്യണമെന്ന്. മാതാപിതാക്കള് പ്രാർത്ഥന ചൊല്ലി കാണിച്ചു കൊടുത്താല് മക്കള് അതിന് വളരും. പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ ആവശ്യം കാണിച്ചു കൊടുക്കാറില്ല. പ്രവൃത്തിയിലൂടെയല്ല വാക്കുകളിലൂടെ ഒതുങ്ങി പോകുന്നു നമ്മുടെ ഉപദേശമൊക്കെ. പ്രാർത്ഥന എന്നത് പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് നാം കാണിച്ചു കൊടുക്കേണ്ട വിശ്വാസ സത്യമാണ്. എങ്ങനെയാണ് നമ്മുടെയൊക്കെ ഈ പ്രാർത്ഥന? പ്രാർത്ഥനയെ ഒരല്പനേരം നാം തന്നെ വിശകലനം ചെയ്താൽ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങളിൽ ഒതുങ്ങി പോകുന്നു. പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നത്, പക്ഷെ പ്രാർത്ഥനയൊക്കെയും നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. എന്നാൽ പ്രാർത്ഥനയുടെ ആരംഭത്തിലുണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലാതെ പ്രാർത്ഥനയുടെ അവസാന ഘട്ടം മാത്രമാണ് നമ്മൾക്ക് ഇന്ന് പ്രാർത്ഥനയായിട്ട് കാണുന്നത്. പ്രാർത്ഥന ആരംഭഘട്ടം എന്ന് പറയുന്നത് ആരാധനയാണ്. തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്നവനെ ആരാധിക്കുവാനായിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്. അവിടെ ഞാൻ ആരാധിക്കുന്നവന്റെ മുന്നിൽ എന്റെ എല്ലാം എടുത്തു വയ്ക്കണം. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഉപസാരം. ഉപസാരം എന്ന് പറയുന്നത് ഉപസാരിക്കുന്നത് മാത്രമല്ല, ഞാൻ എന്നെ തിരിച്ചറിയുന്ന നിമിഷമാണ്.